ഹലോ, അപ്പൊ നിങ്ങൾ ഇതുവരെ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത് മെയിൻ ആയിട്ടും അതിന്റെ ഡ്യൂറബിലിറ്റിയും അതിന്റെ റയറിറ്റിയും ആണ്. ഓക്കെ, ഏറ്റവും അധികം റയർ ആയിട്ട് കിട്ടുന്ന ഒരു എലമെന്റ് ആണ് ഗോൾഡ്. പിന്നെ എത്ര കാലം, ഒരു 1000 വർഷം വേണമെങ്കിലും അതിന്റെ മേല് വേണമെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും ഒരു കേടുപാട് സംഭവിക്കാത്ത ഒരു അസറ്റ് ആണ് നമ്മുടെ ഗോൾഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾഡിന് ദിനം പ്രതി എന്താ പറയാ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അതിന് വേറെ ഒരു മാറ്റവും വരുന്നില്ല. നമ്മൾ ഏതൊരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫ്ലക്ച്വേഷൻസ് വളരെ അധികമാണ്. അതായത് നമ്മൾ സ്റ്റോക്സ് എടുത്താൽ നമുക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും തകർന്ന് തരിപ്പണമായിട്ട് താഴോട്ട് പോകാം. ഓക്കെ, പക്ഷെ നമ്മൾ ഗോൾഡിന്റെ കാര്യം എങ്ങനെയല്ല, ചെറിയ ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിലും നമ്മളൊരു ലൈഫ് ടൈം ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോ നോക്കിയാലും നമ്മുടെ ഗോൾഡിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോവുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് ഇയേഴ്സ് കമ്പയർ ചെയ്തിട്ട് ഞാൻ എന്നിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾ എന്തായാലും ഇതുവരെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിലും പിന്നെ ചെറിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിലും കൂടുതൽ ഗോൾഡ് എടുക്കുന്നത് ഞാൻ ഉറപ്പ് വരികയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും വലിയൊരു പ്രോഫിറ്റ് ആണ് ഇതിലൂടെ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആയിട്ട് വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കമ്പാരിസൺ എടുത്താൽ തന്നെ നമ്മൾക്ക് ഒരു ജനറൽ കമ്പാരിസൺ എടുത്താൽ ഞാൻ മെയിൻ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത് 2018, 2021, 2024 ഈ ഒരു 3 ഇയറിലെ ഗോൾഡിന്റെ പ്രൈസ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മളിപ്പോ 2018 എടുത്താൽ അറൌണ്ട് 10 ഗ്രാമിന് ഗോൾഡിന് 30,000 റുപ്പീസ് ആണ്. 2021 ആയപ്പോഴേക്കും അത് 48,000 റുപ്പീസ് ആയി. 2024 ആയപ്പോഴേക്കും അത് എത്രയായി? 74,000 റുപ്പീസ് ആയി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള പെർസെന്റേജ് ഇൻക്രീസ്, അതായത് 2018 to 2021 ആകുമ്പോൾ 60% ആയിട്ട് നമ്മുടെ ഗോൾഡിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തു. പിന്നെ നമ്മൾ 2021 നിന്ന് 2024 നോക്കുകയാണെങ്കിൽ അറൌണ്ട് 40 സംതിങ് പെർസെന്റേജ് നമ്മുടെ ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് നമ്മളിപ്പം ജനറലി നമ്മുടെ മലയാളികളൊക്കെ ആണെങ്കിൽ ഒരു കല്യാണത്തിന് ഒരു ആവറേജ് ഒരു 30 പവൻ അല്ലെങ്കിൽ 30 പവൻ അല്ലെങ്കിൽ ഒരു 40-50 പവൻ അങ്ങനെ ഒരു റേഞ്ചിലാണ് നമ്മൾ കല്യാണത്തിന് പൊതുവെ സ്വർണ്ണം എടുക്കാറുള്ളത്. ഓക്കെ, ബ്രൈഡുകൾക്ക് സ്വർണ്ണം എടുക്കാറുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഒരു 30 പവൻ നമ്മള് 2018 എടുത്തിട്ട് നമുക്ക് എത്രത്തോളം ലാഭം ഉണ്ടാവും 2024 എത്തുമ്പോൾ എന്ന് ജസ്റ്റ് ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 2018 നമ്മൾ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ ഒരു 30 പവൻ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ചെലവ് വരുന്നത് 9 lakh rupees ആണ്. അത് നമ്മൾ 2021 നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 30 പവൻ ഗോൾഡിന് വരുന്നത് ഏകദേശം 14,40,000 റുപ്പീസ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു 2018 വാങ്ങിയത് 21 വിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാ വെച്ചാൽ 5,40,000. അതായത് വെറും 2 വർഷം കൊണ്ട് 5,40,000 ഒരു ഇൻകം ആണ് നമ്മൾ അവിടെ ഗോൾഡിലൂടെ ജനറേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 30 പവന് വരുന്നത് അറൌണ്ട് 22,20,000 ആണ്. അപ്പൊ നമ്മൾ ഒരു 2018 30 പവൻ വാങ്ങിയ ഒരു വ്യക്തി 2024 ആ ഗോൾഡ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ് എത്ര വെച്ചാൽ 13,20,000 ആണ്. അതായത് 13 ലക്ഷം. 2018 നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 30 പവൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ 2024 ആകുമ്പോഴേക്കും നമുക്ക് കിട്ടാവുന്ന ഒരു ഇൻകം എത്രയാ വെച്ചാൽ അറൌണ്ട് 13 lakh rupees. ഒരു ചെറിയ എമൗണ്ട് അല്ല 13 lakh rupees എന്ന് പറഞ്ഞാൽ. ഒരു റിസ്കോ ഒരു കാര്യം ഇല്ലാതെ, അതായത് ഒരു അതിനൊരു റിസ്ക് ഫാക്ടർ ഇല്ലാതെ നമുക്ക് കിട്ടാവുന്ന ഒരു ഇൻകം. നമ്മൾ ഗോൾഡ് മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ എപ്പോഴും ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് എടുക്കാതെ നമ്മൾ ഗോൾഡ് കോയിൻസ് ആയിട്ട് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അതായത് ഗോൾഡ് ഓർണമെന്റ്സ് ആകുമ്പോൾ നമുക്ക് പണിക്കൂലിയായിട്ട് കുറെ പൈസ ലോസ്റ്റ് ആവും. പക്ഷെ ഗോൾഡ് കോയിൻസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൽ പണിക്കൂലി വരുന്നില്ല, നമുക്ക് കറക്റ്റ് ആ ഗോൾഡിന്റെ എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഒരു റിസ്ക് ഫാക്ടറും ഇല്ല. ജസ്റ്റ് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും അതായത് എത്ര വർഷം കഴിഞ്ഞാലും അതിന്റെ വാല്യൂവിന് ഒരു മാറ്റം വരാതെ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുക എന്നല്ലാതെ ഒരു കുറവ് നിങ്ങൾ അതിന് പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അപ്പൊ അതാണ് ഗോൾഡ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്ന് ഞാൻ പറയാനുള്ളത്. ഓക്കെ, അപ്പം അറൌണ്ട് നമുക്ക് 13 lakh, അതായത് 2018 2024 എത്തുമ്പോഴേക്കും നമുക്ക് 13,20,000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ചെറിയ കാര്യമല്ല. നമ്മളിപ്പോ അത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുന്നു. പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, എങ്ങാനും ഇടിഞ്ഞു പറഞ്ഞ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ എല്ലാം പോയി. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു റിസ്കോ
അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു എമൗണ്ട് ആണ് ഈ 13 ലക്ഷം. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വരുമ്പോഴോ എക്കണോമിക് സ്റ്റെബിലിറ്റി വരുമ്പോഴോ, അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വില വർധനവ്, അതായത് പല കാര്യങ്ങൾ കൊണ്ട് വില വർധനവ് ഉണ്ടാകും. കാരണം ഓരോ രാജ്യത്തെയും എക്കണോമിക് പോളിസി ചിലപ്പോൾ ചേഞ്ച് ആവും. അവിടുത്തെ ഗവൺമെന്റ് മാറുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോഴോ അവിടുത്തെ എക്കണോമിക് പോളിസി ചേഞ്ച് ആവും. അതായത് പുതിയതായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ മാറ്റം വരും. അപ്പൊ അതിലൂടെ നമ്മളെ പൈസയുടെ, അതായത് നമ്മുടെ കറന്റ്ലി അല്ല നമ്മളെ കറൻസിന്റെ മൂല്യം കുറയും കൂടുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഗോൾഡിനെ അത് ഒരിക്കലും ബാധിക്കുന്നില്ല. അപ്പൊ ഗോൾഡ് നമ്മൾ എപ്പോഴും ഒരു അസറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് ആ വാല്യൂ മാറാതെ നമ്മുടെ കയ്യിലുണ്ടാവും. അതൊരു കാര്യം. അതായത് ഇൻഫ്ലേഷൻ എന്തുകൊണ്ടൊക്കെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് പോളിസി ഉണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്നൊരു വാർ വന്നു, അതായത് നമ്മുടെ യുദ്ധ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ അതിന് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് ഗോൾഡ്. നമ്മളിപ്പോ KGF സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ഇതുമാതിരി 2ാം ലോക മഹായുദ്ധ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ എന്താ പറയാ ഈ KGF ഇത്രയും വലുതായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കാലത്തിൽ. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള വേൾഡ് വാറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു രാജ്യത്തിന്റെ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിപ്പ് ഡ്രോപ്പിലേക്ക് വരുന്നു വേണമെങ്കിൽ പറയാം. നിങ്ങളിപ്പം ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ US ഡോളേഴ്സ് ഇത്രയും കൂടുതൽ മൂല്യമുള്ളതായി നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാർസ് ആണ്. വേൾഡ് വാർസിൽ അവർക്ക് വാർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവരെന്താ ചെയ്തു, വാറിന് കൂടുതൽ സപ്ലൈ ചെയ്യാൻ തുടങ്ങി, അതായത് വെപ്പൺസ് സപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഡോളേഴ്സിന്റെ മൂല്യം എന്ത് ചെയ്യും, മറ്റ് രാജ്യങ്ങളെക്കാട്ടും കൂടി വന്നുകൊണ്ടിരുന്നു. ഓക്കെ, ഇന്ത്യൻ റുപ്പി അറൌണ്ട് 100 റുപ്പീസിന്റെ അടുത്തൊക്കെയാണ് ഒരു ഡോളർ വരുന്നത്. 100 അല്ല 90 സംതിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രൈസിസ് വരുന്നതാണ്. പിന്നെ നമുക്കിപ്പം രാജ്യത്ത് ഇപ്പം കോവിഡ് വന്നു, എന്തെങ്കിലും തരത്തിലുള്ള കോവിഡ് അല്ലെങ്കിൽ ഫ്ലഡ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോജിസ്റ്റിക്സിനെ ബാധിക്കും, ഗുഡ്സ് ആൻഡ് സപ്ലൈസിനെ ബാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. അതായത് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഗുഡ്സ് ആൻഡ് സപ്ലൈ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. അതുകൊണ്ട് തന്നെ കറൻസിയിൽ ഡിപ്പും അപ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊന്നും എന്താ പറയാ നമ്മുടെ ഗോൾഡിനെ ബാധിക്കുന്നില്ല. പിന്നെ എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി, അപ്പൊ ഇതൊക്കെ പ്രശ്നമാണ്. നമ്മുടെ കയ്യിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഗോൾഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ മറ്റ് അസറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഗോൾഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ചാൽ ഇത് തന്നെ. കാര്യം ഗോൾഡ് എപ്പോഴും ഒരു സ്റ്റേബിളി നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്തു തരും. ഒരു ഇത്ര ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്നത്. അത് നമ്മളിപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വ്യത്യാസം വരാം. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അതായത് നമുക്കിപ്പം ഒരു ഭൂമിയുണ്ട്, ആ ഭൂമി ചിലപ്പോൾ ഒരു അത്രയും ഉൾപ്രദേശത്താണെങ്കിൽ ഒരു സിറ്റി ഏരിയയിലാവുമ്പോൾ ആവും നമുക്ക് കൂടുതൽ വില കിട്ടുന്നത്, അതായത് സെന്റിന് കൂടുതൽ വില കിട്ടുന്നത്. പക്ഷെ ഒരു ഉൾപ്രദേശത്താണെങ്കിൽ ഒരുപാട് കാലം പിടിക്കും അതൊന്ന് സിറ്റിയായി മാറാൻ വേണ്ടിയിട്ട്. ഒരു 10-12 വർഷമൊക്കെ എടുക്കും. പക്ഷെ നമ്മളിപ്പോൾ അത് വിറ്റിട്ട് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു 4 to 5 ഇയേഴ്സിന്റെ ഉള്ളിൽ തന്നെ എത്ര മാറ്റം വരുന്നത്, 13 ലക്ഷം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കൂടുതലും നമ്മൾ പോസിബിലിറ്റി ഓർക്കണം. റിയൽ എസ്റ്റേറ്റ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ വിമാനത്താവലോ റെയിൽവേ സ്റ്റേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനോട് പോകാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഗോൾഡിന് അതിൻ്റെതായ ഒരു റിസ്ക് ഫാക്ടറും ഇല്ല. ചില ആൾക്കാർ അതായത് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്ന റൂളാണ് നമ്മൾ എപ്പോഴും 10% ഓഫ് നമ്മളെ ഇൻകം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഗോൾഡിലാണ്. ബാക്കി ചിലപ്പോൾ നമുക്ക് 40%, 50% ഒക്കെ നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു വേസ്റ്റ് ഓഫ് മണി ആവില്ല. നിങ്ങൾക്ക് എന്തായാലും, അതായത് വെറുതെ നിങ്ങൾ വെക്കുന്ന ഇൻകം, അതായത് നിങ്ങളിപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ വരെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗോൾഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കറന്റ് സിനാറിയോ നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ പവന് എത്ര പൈസ, 74,000 ഒക്കെയാണ് പൈസ ഉള്ളത്. ഓക്കെ, ഇത് 100 ഗ്രാമിന്. ഓക്കെ, അപ്പൊ അത് ഇൻക്രീസ് ചെയ്ത് പോകുക തന്നെയാണ്. അപ്പൊ എല്ലാവരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഓക്കെ, നിങ്ങളിപ്പോ സ്റ്റോക്കിലായാലും ക്രിപ്റ്റോയിലായാലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിപ്റ്റോയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മണി തരുന്നത് ബിറ്റ്കോയിനും പിന്നെ വേറെ 2-3 കറൻസീസും ആണ്. അപ്പം ഇതിലൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിൽ, അതായത് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ഫ്ലക്ച്വേഷൻസ് ഒരുപാട് വരാറുണ്ട്. ഒരുപാട് ചിലപ്പോൾ ഡിപ്പിലേക്ക് പോകും, ഒരുപാട് അപ്പിലേക്ക് പോകുന്ന ചാൻസ് ഉണ്ട്, കൂടുതൽ എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്.
പിന്നെ നമ്മൾ സ്റ്റോക്ക് ആണെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഒരുപാട് വരുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഗോൾഡിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് എപ്പോഴും ഒരു സ്പെസിഫൈഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗോൾഡിൽ ഇന്ന് തന്നെ എല്ലാവരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇനിയും നമുക്ക് ഗോൾഡിൽ എന്തായാലും പ്രൈസ് ഇൻക്രീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട്. അപ്പൊ ഇതുവരെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ഇനി ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും അറൌണ്ട് 10% എങ്കിലും നിങ്ങളുടെ വരുന്ന ഇൻകം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന് നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പൊ അതുവരേക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.